ഏകദേശം 13,000 കിലോമീറ്റേഴ്സ് വ്യാസമുള്ള ഭൂമി ശരിക്കും ഒരു ബൃഹത്തായ ഗ്രഹമാണ്. ഈ മഹത്തായ ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ വെറും 30% മാത്രമാണ് കരഭാഗം. ആ 30%-ത്തിലാണ് 800 കോടി ജനങ്ങളും പല ദശലക്ഷക്കണക്കിന് ജീവജാല വർഗങ്ങളും അതിജീവിക്കുന്നത്. എന്നിട്ട് പോലും ഇന്ന് ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം 1% മാത്രമാണ് നഗരവൽക്കരിച്ചിട്ടുള്ളത്. എന്നുവെച്ചാൽ നമ്മുടെ റോഡുകളും കെട്ടിടങ്ങളും മറ്റ് നിർമ്മിതികളുമൊക്കെ ഭൂമിയുടെ ഉപരിതലത്തിന്റെ 1% മാത്രമേ മൂടിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഈ ഭൂമി എത്രത്തോളം വിശാലമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ ഭൂമി തന്നെയാണ് നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ടെറസ്ട്രിയൽ ഗ്രഹവും. എന്നാൽ സൗരയൂഥത്തിന് പുറത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഏകദേശം എല്ലാ റോക്കി പ്ലാനറ്റുകളും ഭൂമിയേക്കാൾ വലിപ്പമുള്ള സൂപ്പർ എർത്ത് ഗ്രഹങ്ങളാണ്. അവയ്ക്ക് മുന്നിൽ നമ്മുടെ ഭൂമി ഒരു ചെറിയ ഗ്രഹമായിരിക്കും. പക്ഷേ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ടെറസ്ട്രിയൽ ഗ്രഹങ്ങളെ പരിഗണിച്ചാലും വാതക ഭീമൻ ഗ്രഹങ്ങളുടെ മുന്നിൽ അവയെല്ലാം തന്നെ കുഞ്ഞു ഗ്രഹങ്ങളായിരിക്കും. നമ്മുടെ സൗരയൂഥത്തിൽ തന്നെ വാതക ഭീമൻ ഗ്രഹങ്ങളായ സാറ്റേണും ജൂപ്പിറ്ററുമാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹങ്ങൾ. അതിൽ ജൂപ്പിറ്ററിനാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഭൂമിയെ പോലത്തെ 1300 ഗ്രഹങ്ങളെ ഉൾക്കൊള്ളാനുള്ള വ്യാപ്തിയുണ്ട്. അത്രയേറെ ഭീമാകാരമാണ് ജൂപ്പിറ്റർ. പക്ഷേ ദൃശ്യപ്രപഞ്ചത്തിൽ കണ്ടിട്ടുള്ള മറ്റ് വാതക ഭീമൻ ഗ്രഹങ്ങൾക്ക് മുന്നിൽ നമ്മുടെ ജൂപ്പിറ്റർ പോലും ഒന്നുമല്ല. ചില നക്ഷത്രങ്ങളെക്കാൾ വലിപ്പമുള്ള ഭീമൻ ഗ്രഹങ്ങളെ വരെ ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. (2011) ഏകദേശം 608 പ്രകാശവർഷങ്ങൾക്കകലെയുള്ള കെപ്ലർ 10 എന്നൊരു യെല്ലോ ഡ്വാർഫ് നക്ഷത്രത്തിനെ കെപ്ലർ സ്പേസ് ടെലിസ്കോപ്പ് കണ്ടെത്തി. അത് നമ്മുടെ സൂര്യനേക്കാൾ കുറച്ചുകൂടെ വലിപ്പം കുറഞ്ഞ നക്ഷത്രമാണ്. ഇതിന് ചുറ്റും 2 ഗ്രഹങ്ങൾ നിലനിൽക്കുന്നതായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. കെപ്ലർ 10bയും സിയും. ഈ 2 ഗ്രഹങ്ങളും ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് ആണ്. ഖരരൂപത്തിൽ ഉപരിതലമുള്ള ഗ്രഹങ്ങളാണ് ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ്. റോക്കി പ്ലാനറ്റ്സ് എന്നും ഇവയെ പറയാറുണ്ട്. അതിൽ രണ്ടാമത്തെ ഗ്രഹം, അതായത് കെപ്ലർ 10c, വെറുമൊരു ടെറസ്ട്രിയൽ പ്ലാനറ്റ് അല്ല, മറിച്ച് ഇതാണ് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ ടെറസ്ട്രിയൽ പ്ലാനറ്റ്. ഏകദേശം 30,000 കിലോമീറ്റേഴ്സ് ആണ് ഇതിന്റെ വ്യാസം. എന്നുവെച്ചാൽ ഭൂമിയുടെ 2.5 മടങ്ങോളം വലിപ്പം മാത്രമല്ല, ഭൂമിയുടെ 9 മടങ്ങോളം മാസമുണ്ട്. ഭൂമിയിൽ നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്നതിന്റെ 4 മടങ്ങിൽ കൂടുതൽ ഗ്രാവിറ്റി ഈ ഗ്രഹത്തിൽ നിൽക്കുമ്പോഴുണ്ടാകും. ഇതുപോലെ ഭൂമിയേക്കാൾ വലിപ്പമുള്ള ടെറസ്ട്രിയൽ ഗ്രഹങ്ങളെ സൂപ്പർ എർത്ത് പ്ലാനറ്റ്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ റോക്കി പ്ലാനറ്റ് നമ്മുടെ ഭൂമി തന്നെയാണ്. അതുകൊണ്ട് സോളാർ സിസ്റ്റത്തിൽ സൂപ്പർ എർത്ത് ഗ്രഹങ്ങളില്ല. ടെറസ്ട്രിയൽ ഗ്രഹമാണെങ്കിലും ഇതിന് ഭൂമിയുമായിട്ട് യാതൊരു സാദൃശ്യവും ഉണ്ടായിരിക്കില്ല. ഭൂമിയുമായിട്ടെന്നല്ല, നമ്മുടെ സൗരയൂഥത്തിൽ തന്നെയുള്ള ഒരു റോക്കി പ്ലാനറ്റുമായിട്ടും ഈ ഗ്രഹത്തിന് സാദൃശ്യമില്ല. കാരണം കെപ്ലർ 10c അതിൻ്റെ നക്ഷത്രത്തിൻ്റെ വളരെ സമീപത്തിലൂടെയാണ് വലം വയ്ക്കുന്നത്. അതിനാൽ തന്നെ ഇതിനൊരു തവണ നക്ഷത്രത്തിന് ചുറ്റും വലം വയ്ക്കാൻ വെറും 45 ദിവസങ്ങൾ മതി. ഇത്രയും സമീപത്തിലായതുകൊണ്ട് ഇതിൻ്റെ ഉപരിതല താപനില എന്നത് 300 ഡിഗ്രി സെൽഷ്യസിനും മുകളിലായിരിക്കും. അത്രയും ഉയർന്ന താപനിലയിൽ ഭൂമിയിൽ കാണപ്പെടുന്നത് പോലത്തെ ജീവജാലങ്ങൾക്ക് എന്തായാലും അതിജീവിക്കാനാകില്ല. ഇതിന് വളരെ കട്ടി കൂടിയ ഒരു അന്തരീക്ഷമുണ്ട്. ഇതിന്റെ ഉപരിതലത്തിൽ ഏകദേശം 20% ജലമായിരിക്കുമെന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ടെറസ്ട്രിയൽ പ്ലാനറ്റ് എന്നതിന് പുറമെ ഇതൊരു സമുദ്ര ലോകവും കൂടെ ആയിരിക്കും. പക്ഷേ അങ്ങനെ ജലമുണ്ടെങ്കിൽ തന്നെ അത് ജലമായിട്ടായിരിക്കില്ല. പകരം ആ ജലം മുഴുവൻ ഹോട്ട് ഐസിന്റെ രൂപത്തിലായിരിക്കും നിലനിൽക്കുന്നത്. അത് സാധാരണ കാണുന്നത് പോലത്തെ ഐസല്ല. ജലകണികകളിൽ തീവ്രമായ സമ്മർദ്ദവും താപനിലയും അനുഭവപ്പെടുമ്പോൾ കണികകൾ മുഴുവൻ ഞെരിഞ്ഞമരുകയും അങ്ങനെ അവയുടെ രൂപീകരണം മാറി ഐസ് ആകുന്നതുമാണ്. അതുകൊണ്ട് ഈ ഐസിൽ തൊട്ടാൽ തണുക്കുന്നതിന് പകരം നിങ്ങളുടെ കൈ പൊള്ളിപ്പോവുകയായിരിക്കും ചെയ്യുന്നത്. എന്തായാലും ഏറ്റവും വലിയ ടെറസ്ട്രിയൽ പ്ലാനറ്റിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു ഗ്രഹത്തിനെയും കൂടെ പരിചയപ്പെടേണ്ടതുണ്ട്. 700 പ്രകാശവർഷങ്ങൾക്കകലെയുള്ള ഒരു നക്ഷത്രവ്യൂഹമാണ് TOI 849. ഏകദേശം നമ്മുടെ സൂര്യന് സമാനമായ വലിപ്പവും മാസമൊക്കെയുള്ള ഒരു യെല്ലോ ഡ്വാർഫ് നക്ഷത്രമാണ് ഈ വ്യൂഹത്തിലുള്ളത്. ഇതിന് ചുറ്റും ഒരു ഗ്രഹം വലം വയ്ക്കുന്നുണ്ട്, TOI 849b. നാസയുടെ ടെസ്റ്റ് ടെലിസ്കോപ്പാണ് ഇതിനെ കണ്ടുപിടിച്ചത്. ഈ ഗ്രഹം യഥാർത്ഥത്തിൽ ഒരു വാതക ഭീമൻ ഗ്രഹമാണ്.
പക്ഷേ ഇത് അതിൻ്റെ നക്ഷത്രത്തിൻ്റെ വളരെ അടുത്താണ് നിലനിൽക്കുന്നത്. അടുത്തെന്ന് പറയുമ്പോൾ നക്ഷത്രത്തിനോടുള്ള സ്നേഹം കാരണം അത് നക്ഷത്രത്തിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണെന്ന് തോന്നിപ്പോകും. എന്തെന്നാൽ നക്ഷത്രത്തിൽ നിന്നും വെറും 24 ലക്ഷം കിലോമീറ്റേഴ്സ് ദൂരത്തിലൂടെയാണ് ഇത് നക്ഷത്രത്തിനെ വലം വയ്ക്കുന്നത്. ഇതിനൊരു തവണ നക്ഷത്രത്തിന് ചുറ്റും വലം വയ്ക്കാൻ വെറും 22 മണിക്കൂറുകൾ മതി. അതായത് ഈ ഗ്രഹത്തിലെ ഒരു വർഷം എന്നത് ഭൂമിയിൽ വെറും ഒരു ദിവസമാണ്. അപ്പോൾ ഇവിടെ പോയാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ബർത്ത്ഡേ ആഘോഷിക്കാം. ഇത് നക്ഷത്രത്തിന്റെ ഇത്രത്തോളം അടുത്ത് നിലനിൽക്കുന്നതിനാൽ നക്ഷത്രത്തിൽ നിന്നും വരുന്ന ഊർജത്തിന്റെ ശക്തി കാരണം ഈ ഗ്രഹത്തിലുള്ള വാതകം മുഴുവൻ ഏകദേശം പൂർണ്ണമായും പുറന്തള്ളപ്പെട്ടു പോയി. പൂർണ്ണമായിട്ടെന്ന് വെച്ചാൽ ഇതിന്റെ അന്തരീക്ഷത്തിൽ പോലും ഇനി വളരെ ചെറിയ തോതിൽ മാത്രമേ വാതകമുള്ളൂ. ഇപ്പോഴവശേഷിക്കുന്നത് അതിന്റെ ഖരരൂപത്തിലുള്ള കോർ ഭാഗം മാത്രമാണ്. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെയും ഒരു ടെറസ്ട്രിയൽ പ്ലാനറ്റ് ആയിട്ട് പരിഗണിക്കാം. പക്ഷേ ചിത്തോണിയൻ പ്ലാനറ്റ്സ് എന്നാണ് ഇത്തരം ഗ്രഹങ്ങളെ പറയുന്ന പേര്. ഇതിന് ഏകദേശം നമ്മുടെ ഭൂമിയുടെ 3.5 മടങ്ങ് വ്യാസമുണ്ട്. എന്ന് വെച്ചാൽ ഏകദേശം നമ്മുടെ നെപ്റ്റ്യൂണിന്റെ അത്ര വലിപ്പത്തിനനുസരിച്ച് മാസമുണ്ട്. ഭൂമിയുടെ 40 മടങ്ങോളമാണ് ഇതിന്റെ മാസ്. സാധാരണഗതിയിൽ ഇത്രയും വലിപ്പവും മാസുമുള്ള റോക്കി പ്ലാനറ്റ്സ് ഉണ്ടാവുകയില്ല. കാരണം ഇത്രയും മാസ് ഉണ്ടെങ്കിൽ അവ രൂപം കൊള്ളുന്ന സമയത്തിൽ കൂടുതൽ പദാർത്ഥങ്ങളെ വലിച്ചെടുക്കുകയും അങ്ങനെ അതൊരു വാതക ഭീമൻ ഗ്രഹമായി മാറുകയും ചെയ്യും. ഈ ഗ്രഹം പണ്ട് വാതക ഭീമൻ ഗ്രഹമായിരുന്നപ്പോൾ അതിന് തീർച്ചയായും നമ്മുടെ ജൂപ്പിറ്ററിന്റെ പല മടങ്ങ് വലിപ്പവും മാസും ഉണ്ടായിരുന്നിരിക്കും. ഈ ഗ്രഹവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ വീനസ് ഗ്രഹം അത്രത്തോളം ഭയാനകമല്ല എന്ന് തോന്നും. കാരണം 1500 ഡിഗ്രി സെൽഷ്യസിനും മുകളിലാണ് ഈ ഗ്രഹത്തിന്റെ ഉപരിതല താപനില. എന്നുവെച്ചാൽ ഇരുമ്പ് വരെ ഉരുകിപ്പോകുന്ന തീവ്രമായ ചൂട്. ഇതിനെയാണ് ശരിക്കും അക്ഷരം തെറ്റാതെ നരകലോകം എന്ന് വിളിക്കേണ്ടത്. എന്തായാലും നമ്മുടെ സൗരയൂഥത്തിലെ വാതക ഭീമൻ ഗ്രഹങ്ങൾക്ക് ഖരരൂപത്തിലുള്ള ഒരു കോർ ഭാഗം ഉണ്ടായിരിക്കുമെന്ന് പണ്ടേ തന്നെ ശാസ്ത്രജ്ഞർ സംശയിച്ചിരുന്നു. ഈ ഗ്രഹത്തിന്റെ കണ്ടുപിടുത്തം ആ സംശയം ശരിയായിരിക്കുമെന്ന് നിശ്ചയിക്കാനുള്ള ഒരു വലിയ തെളിവായിരുന്നു. ഈ പറഞ്ഞ ഗ്രഹങ്ങൾ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് ആണെങ്കിലും അവ രണ്ടും ഭൂമിയുമായി യാതൊരു സാദൃശ്യവും ഇല്ലാത്തവയാണ്. എന്നാൽ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ഭൂമിക്ക് സമാനമായ ഏറ്റവും വലിയ ഗ്രഹം ഏതാണെന്നറിയാമോ? അത് കെപ്ലർ 452b എന്ന ഗ്രഹമാണ്. 1800 പ്രകാശ വർഷങ്ങൾക്കകലെയാണ് അത് നിലനിൽക്കുന്നത്. 0.84 ഈ ഗ്രഹത്തിന്റെ ESI. ഒരു ഗ്രഹത്തിന് ഭൂമിയുമായിട്ട് എത്രത്തോളം സാമ്യതയുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരളവാണ് എർത്ത് സിമിലാരിറ്റി ഇൻഡെക്സ് അഥവാ ESI. ESI 0.84 ഉണ്ടെന്ന് വെച്ചാൽ അതിനർത്ഥം ഈ ഗ്രഹത്തിന് ഭൂമിയുമായി 84% സാമ്യതയുണ്ടെന്നാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ അതിന്റെ അർത്ഥം അവിടെ തീർച്ചയായും ഭൂമിയിലുള്ളത് പോലത്തെ അവസ്ഥകൾ ഉണ്ടായിരിക്കുമെന്നല്ല. മറിച്ച് ESI എന്നത് ഒരു ഗ്രഹത്തിന്റെ ചില ബാഹ്യമായ ഘടകങ്ങളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിർണ്ണയിക്കുന്നതാണ്. ESI കൂടുതലുണ്ടെന്ന് കരുതി ആ ഗ്രഹത്തിൽ ജീവന്റെ സാധ്യതകളും ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. ESIയെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡായി മറ്റൊരു വീഡിയോയിൽ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. എക്സോപ്ലാനറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ആ വീഡിയോ കണ്ടു നോക്കുക. എന്തായാലും കെപ്ലർ 452 ഭൂമിയുമായി പല സാമ്യതകളുമുണ്ട്. പ്രധാനമായും ഇത് ഭ്രമണം ചെയ്യുന്നത് നമ്മുടെ സൂര്യനെ പോലത്തെ ഒരു നക്ഷത്രത്തിനെയാണ്. അതുമാത്രമല്ല ഭൂമി സൂര്യനിൽ നിന്നുമായിരിക്കുന്നതിന്റെ ഏകദേശം തുല്യമായ ദൂരത്തിലൂടെയാണ് കെപ്ലർ 452bയും അതിന്റെ നക്ഷത്രത്തിൽ നിന്നുമായിരിക്കുന്നത്. നമ്മുടെ ഒരു വർഷം 365 ദിവസങ്ങളാണെങ്കിൽ ഈ ഗ്രഹത്തിൽ ഒരു വർഷം എന്നത് 385 ദിവസങ്ങളാണ്. ഭ്രമണപഥത്തിന്റെ കാര്യത്തിൽ ഭൂമിയുമായിട്ട് ഇത്രയേറെ സാമ്യതയുള്ള വേറെ ഒരൊറ്റ ഗ്രഹവുമില്ല. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് നക്ഷത്രത്തിന്റെ ഹാബിറ്റബിൾ മേഖലയിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഉപരിതലത്തിൽ തീർച്ചയായും ജലത്തിന് ദ്രാവക രൂപത്തിൽ തന്നെ നിലകൊള്ളാനാകും. ഇതിന്റെ ഉപരിതലത്തിൽ നിന്ന് അതിന്റെ നക്ഷത്രത്തിനെ നോക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് സൂര്യനെ നോക്കുന്നതിന് തുല്യമായിരിക്കും. ഈ ഗ്രഹത്തിന് ഏകദേശം 20,000 കിലോമീറ്റേഴ്സിന്റെ വ്യാസമുണ്ട്. അതായത് ഭൂമിയുടെ 1.5 മടങ്ങിൽ കൂടുതൽ വലിപ്പം. അതിനോടൊപ്പം ഭൂമിയുടെ 5 മടങ്ങിൽ കൂടുതൽ മാസമുണ്ട്. അതുകൊണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്നതിന്റെ 2.5 മടങ്ങ് ശക്തമായ ഗ്രാവിറ്റി ആയിരിക്കും ഈ ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്നത്. അത്രയും ഗുരുത്വാകർഷണ ബലമുള്ളതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ജീവജാലങ്ങൾ ഉണ്ടെങ്കിൽ അവയെല്ലാം വളരെയധികം കട്ടികൂടിയ പേശികളും അസാമാന്യമായ വലിപ്പത്തിൽ എല്ലുകളുമുള്ള ജീവികളുമായിരിക്കണം. ഈ ജീവജാലങ്ങൾക്കൊന്നും താരതമ്യേന അധികം ഉയരമുണ്ടായിരിക്കില്ല.
ഇവ ഭൂമിയിൽ കാണപ്പെടുന്ന ജീവജാലങ്ങളിൽ നിന്നുമെല്ലാം തികച്ചും വ്യത്യസ്തവും വിചിത്രവുമായ ജീവജാലങ്ങളായിരിക്കും. മറ്റൊരു കാര്യമെന്നത് ഗ്രാവിറ്റി കൂടുതലുള്ളതിനാൽ ഇതിന് കൂടുതൽ കട്ടിയുള്ള അന്തരീക്ഷത്തിനെ പിടിച്ചു നിർത്താനും കഴിയും. നിരീക്ഷണങ്ങളിലൂടെ ലഭിച്ച ഡേറ്റയും അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പഠനങ്ങളും ഇതിനെ കട്ടി കൂടിയ അന്തരീക്ഷം ഉണ്ടായിരിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നതെങ്കിലും അത് കൃത്യമായി സ്ഥിരീകരിക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. നിർഭാഗ്യവശാൽ നമ്മുടെ നിലവിലത്തെ ടെലിസ്കോപ്പുകൾക്ക് അതിന് കഴിയില്ല. നിലവിലത്തെ ടെലിസ്കോപ്പുകൾക്ക് മാത്രമല്ല, ഇനി നമ്മൾ ഭാവിയിൽ നിർമ്മിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഭീമൻ ടെലിസ്കോപ്പുകൾക്ക് പോലും അത് സാധ്യമല്ല. എന്തായാലും ഈ ഗ്രഹത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്നാൽ ഇതിന്റെ നക്ഷത്രത്തിന് നമ്മുടെ സൂര്യനേക്കാൾ 150 കോടി വർഷങ്ങളോളം കൂടുതൽ പ്രായമുണ്ട്. അതുകൊണ്ട് ഇത് സൂര്യനേക്കാൾ 10% കൂടുതൽ ഊർജവും പുറത്തുവിടും. അതൊരു പക്ഷേ ഗ്രഹത്തിൽ റണ്ണവേ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിലൂടെയും ഇതിനെ നിരീക്ഷിക്കാനുള്ള പദ്ധതിയുണ്ട്. അതിലൂടെ ഈ ഗ്രഹത്തിനെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും വലിയ ടെറസ്ട്രിയൽ ഗ്രഹങ്ങളെ നമ്മൾ കണ്ടു. പക്ഷേ ഈ ഗ്രഹങ്ങളൊന്നും പ്രപഞ്ചത്തിലെ വിസ്മയങ്ങളായ വാതക ഭീമൻ ഗ്രഹങ്ങളുടെ മുന്നിൽ ഒന്നുമല്ല. ഭൂമിയുടെ 3.5 മടങ്ങ് വലിപ്പവും 40 മടങ്ങ് മാസമുള്ള TOI 849b പോലും ഒരു സാധാരണ വാതക ഭീമൻ ഗ്രഹത്തിന്റെ മുന്നിൽ ചെറിയൊരു ഗ്രഹമാണ്. താരതമ്യേന പറയുകയാണെങ്കിൽ നമ്മുടെ ജൂപ്പിറ്ററിന്റെ വ്യാസം എന്നത് ഏകദേശം 1.5 ലക്ഷം കിലോമീറ്റേഴ്സ് ആണ്. അതായത് TOI 849bയുടെ 3 മടങ്ങിൽ കൂടുതൽ വ്യാസം. ഭൂമിയെ പോലെയുള്ള 1300 ഗ്രഹങ്ങളെ ഉൾക്കൊള്ളാനുള്ള വ്യാപ്തി നമ്മുടെ ജൂപ്പിറ്ററിനുണ്ട്. എന്നാൽ ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ വാതക ഭീമൻ ഗ്രഹം എന്നത് HD 100-546b ആണ്. ഏകദേശം 317 പ്രകാശവർഷങ്ങൾക്കകലെയാണ് ഇത് നിലനിൽക്കുന്നത്. ഇതിന്റെ വ്യാസം എന്നത് ഏകദേശം 10 ലക്ഷം കിലോമീറ്റേഴ്സ് ആണ്. എന്നുവെച്ചാൽ ജൂപ്പിറ്ററിന്റെ 7 മടങ്ങോളം വലിപ്പം. എന്ന് പറയുമ്പോൾ നമ്മുടെ സൂര്യന്റെ 75% കൂടുതൽ വ്യാസം. ഈ ഗ്രഹത്തിന്റെ വ്യാപ്തിയിൽ 5 ലക്ഷത്തോളം ഭൂമികളെ ഉൾക്കൊള്ളാനാകും. ഇത് ശരിക്കും ഒരു ബൃഹത്തായ ഗ്രഹം തന്നെയാണ്. ഒരു ശരാശരി റെഡ് ഡ്വാർഫ് നക്ഷത്രത്തിന് പോലും ഇതിന്റെ പകുതി വലിപ്പം പോലും ഉണ്ടായിരിക്കില്ല. ശരാശരി എന്ന് പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ ഏകദേശം എല്ലാ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളും ഈ ഗ്രഹത്തിനേക്കാൾ ഒരുപാട് ചെറിയ നക്ഷത്രങ്ങളാണ്. ഇതിന് ഏകദേശം ജൂപ്പിറ്ററിന്റെ 20 മടങ്ങോളം മാസമുണ്ട്. എങ്കിലും ഏറ്റവും കൂടുതൽ മാസമുള്ള ഗ്രഹം ഇതല്ല. ഏകദേശം 111 പ്രകാശവർഷങ്ങൾക്കകലെയുള്ള മറ്റൊരു ഭീമനാണ് ഏറ്റവും മാസീവായ ഗ്രഹം. HR 2562b എന്നാണ് ഇതിന്റെ പേര്. നമ്മുടെ സൂര്യനേക്കാൾ 37% വലിപ്പമുള്ള ഒരു യെല്ലോ ഡ്വാർഫ് നക്ഷത്രത്തിനെയാണ് ഈ ഗ്രഹം വലം വെക്കുന്നത്. ഇതിന് നമ്മുടെ ജൂപ്പിറ്ററിന്റെ 30 മടങ്ങ് മുതൽ 45 മടങ്ങ് വരെ മാസ് ഉണ്ടായിരിക്കും. ഇത്രയും മാസ് ഉണ്ടെങ്കിലും ഇതിന് നമ്മുടെ ജൂപ്പിറ്ററിന്റെ 2 മടങ്ങോളം വലിപ്പം മാത്രമേ ഉള്ളൂ. ഈ ഗ്രഹവും ആദ്യം പറഞ്ഞ HD 100-546bയും കൂടെ കൂട്ടിയിടിച്ചാൽ ചിലപ്പോൾ അതൊരു റെഡ് ഡ്വാർഫ് നക്ഷത്രമായി മാറും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.